കാലഘട്ടത്തിനൊത്ത് തിരുസഭയിൽ സുവിശേഷത്തിൻ്റെ ദീപങ്ങളാകുന്ന വൈദികർ നിരവധിയാണ്. അൾത്താരകൾക്ക് മുമ്പിൽ സമർപ്പണം ചെയ്ത ഇവർ ഇതാ ദൈവരാജ്യവേലയിൽ തളരാതെ മുന്നേറുന്നു. ഇവരാണ് ജോഷുവയുടെ പിന്മുറക്കാർ. ഇത് കോതമംഗലം രൂപതാംഗവും രൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടറുമായ ഫാദർ ജോസഫ് കല്ലറയ്ക്കൽ. കുട്ടികൾക്കിടയിൽ തിരുസഭാ ശുശ്രൂഷകൾ വളരെ കാര്യക്ഷമമായി നിർവഹിക്കുന്ന ഈ വൈദികൻ അതിനാൽ തന്നെ തിരുബാല സഖ്യത്തിൻ്റെ ചുമതല കൂടി വഹിക്കുന്നു. ജയിൽ മിനിസ്ട്രിയിലെ ശുശ്രൂഷകൾ വഴി അനേകം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലും ഈ വൈദികൻ ഇപ്പോൾ തിരുസഭയുടെ മുഖമായി ഇടപെടുന്നു. തൻ്റെ ദൈവവിളി അനുഭവങ്ങളും ഈശോയുടെ കൂടെയുള്ള യാത്രയും ഫാദർ ജോസഫ് കല്ലറയ്ക്കൽ നമ്മോട് പങ്കുവയ്ക്കുന്നു. ജോഷോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛനോടൊപ്പമുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ശാലോം ടി വിയിൽ ജോഷോ പ്രോഗ്രാമിൻ്റെ. ഫാദർ ജോസഫ് കല്ലറയ്ക്കൽ കോതമംഗലം രൂപതയിൽ ഇപ്പോൾ മിഷൻ ലീഗിൻ്റെയും KCSLൻ്റെയും ഡയറക്ടറാണ്. രൂപതയിലെ തന്നെ ചെപ്പുകുളം എന്ന് പറയുന്ന തൊടുപുഴ ഇടുക്കി ജില്ലയുടെ ഭാഗത്തുള്ള ഒരു മലയോര പ്രദേശം, കാർഷിക മേഖലയിലാണ് അച്ഛൻ്റെ വീട്. ചാച്ചനമ്മച്ചി 5 മക്കൾ അല്ലേ, 2 ആണും 3 ആണും 2 പെണ്ണും. അതിലെ ഏറ്റവും ഇളയാളാണ് അച്ഛൻ. അച്ഛനെ സ്വാധീനിച്ച രൂപതയിലെ കുറേ വൈദികരുടെ, പ്രത്യേകിച്ച് വികാരിയായിരുന്ന കോയിക്ക് കൂടി അച്ഛനും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ അന്ന് പത്തയ്ക്കര അച്ഛനും അവരുടെയൊക്കെ പേരുകൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ അപ്പച്ചൻ്റെ പെങ്ങന്മാർ, സിസ്റ്റർമാരുണ്ട് SHലും ഒക്കെ, അവരുടെ സാന്നിധ്യവും അതുപോലെ അഡറേഷൻ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ്, പഠിപ്പിച്ച സിസ്റ്റേഴ്സും ഒക്കെ സ്വാധീനിച്ചതൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ ആ പങ്കുവയ്ക്കലുകൾ മുഴുവൻ അച്ഛൻ വാഴക്കുളത്താണ് ആദ്യമായിട്ട് ഒരു അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് പോകുന്നത്. ആ ഇടവകയിലുണ്ടായ നല്ല അനുഭവങ്ങൾ, വൈസ് റെക്ടറായിരുന്ന കാലത്ത് എല്ലാ ബ്രദേഴ്സിനും ഇഷ്ടപ്പെട്ട ഒരു അച്ഛനായിരുന്ന അച്ഛൻ ജീവിച്ചതിനെക്കുറിച്ചൊക്കെ നമ്മൾ തമ്മിലുള്ള സംസാരത്തിൽ അച്ഛൻ പറയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, അച്ഛന് വിളിച്ചവൻ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. അച്ഛൻ്റെ ഒരു തിരിച്ചറിവാണ് അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതുപോലെ അച്ഛൻ എങ്ങനത്തെ ഒരു വൈദികനായിരിക്കണമെന്നാണ് മറ്റുള്ളവർ പറയാൻ ഇഷ്ടപ്പെടുന്ന അച്ഛൻ പറഞ്ഞു. ആളുകളുടെ കൂടെ ആയിരിക്കുന്ന ഒരു അച്ഛനാവാനാണ് അച്ഛൻ്റെ ഇഷ്ടമെന്ന് അച്ഛൻ പറയായിരുന്നു. അച്ഛാ, ഒത്തിരി സന്തോഷം. ഞാൻ ഇവിടെ തന്നെ ഇനി നമ്മൾ മുൻപോട്ട് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത് മിഷൻ ലീഗുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. അച്ഛൻ 3 വർഷത്തെ ഏതാണ്ട് മൂന്നാമത്തെ വർഷമാണ് രൂപതയിലെ മിഷൻ ലീഗിൻ്റെ രൂപതാ ഡയറക്ടറായിട്ട് അച്ഛൻ പ്രവർത്തിക്കുന്നത്. മിഷൻ ലീഗിനെ കുറിച്ചും അച്ഛൻ്റെ ആ പ്രവർത്തന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ അച്ഛൻ? മിഷൻ ലീഗ് കോതമംഗലം രൂപതയിലെ കുട്ടികളുടെ ഒരു സംഘടനയാണ്. അത് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഒന്ന്, രൂപത പല സംഘടനകൾക്കും എനിക്ക് ആദ്യം ആയിരുന്നപ്പോഴും ഒക്കെ തോന്നിയിട്ടുണ്ട്, ഈ സംഘടന അങ്ങ് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. രൂപതാ ഭാരവാഹികൾ അല്ലെങ്കിൽ രൂപതാ നേതൃത്വം അങ്ങനെ നിൽക്കുന്നു, 1-2 ധ്യാനം നടത്തുന്നു, ക്ലാസ്സുകളുണ്ട്. അങ്ങനെ ആ ഒരു ലെവലിൽ തന്നെ പോവാതെ ഓരോ ഇടവകയിലെയും കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലാനായിട്ട് പറ്റും. അപ്പോൾ മിഷൻ ലീഗിൽ തന്നെ ഉണ്ട് മാനുവൽ ബുക്ക് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചെയ്ത പുണ്യപ്രവൃത്തികൾ ഏതൊക്കെ ചെയ്യാൻ പറ്റി, എനിക്ക് വിശുദ്ധ ജപമാല ചൊല്ലാനായിട്ട് പറ്റിയോ, വിശുദ്ധ കുർബാന ഓരോ ആഴ്ചയാണ് കുട്ടികളെ കൊണ്ട് അത് പൂരിപ്പിക്കുക. അതെനിക്ക് തോന്നുന്നത് മിഷൻ ലീഗ് സംഘടനയുടെ അടിസ്ഥാനം തന്നെയാണ്. ആ മാനുവൽ ബുക്ക് പൂരിപ്പിക്കുമ്പോൾ ഓരോ കുഞ്ഞും കൂടുതൽ വിശ്വാസത്തിൽ വളരാനായിട്ട്, വിശുദ്ധിയിൽ വളരാനായിട്ട്, പ്രാർത്ഥനയിൽ വളരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ മാനുവൽ ബുക്കിലുണ്ട്. അപ്പോൾ ഞാൻ ചാർജ് എടുത്ത് വന്നപ്പോൾ കമ്മിറ്റിയിലും കുട്ടികളുടെ ഇടയിലും അല്ലെങ്കിൽ രൂപത ടീമിൻ്റെ ഇടയിലും ഒക്കെ പറഞ്ഞു, നമുക്ക് മാനുവൽ ബുക്കിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഓരോ ഇടവകയിലെയും കുട്ടികളെ കൊണ്ട് മാനുവൽ ബുക്ക് പൂരിപ്പിക്കുക, അതിന് മാക്സിമം പ്രാധാന്യം കൊടുത്തു. ആനിമേറ്റേഴ്സിൻ്റെ മീറ്റിങ്ങുകളും ഒക്കെ കൂടിയപ്പോൾ അവരോട് ആവശ്യപ്പെട്ട ഏക കാര്യവും അത് തന്നെയാണ്, നമുക്ക് മാനുവൽ ബുക്ക്. കാരണം അത് മിഷൻ ലീഗ് സംഘടനയുടെ അടിസ്ഥാനമാണ്. ഓരോ കുഞ്ഞുങ്ങളിലേക്കും കൂടുതൽ വിശ്വാസത്തിൽ വളരാനായിട്ട്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞ്, അപ്പനൊന്ന് ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ അമ്മയൊന്ന് ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഒരു കൂട്ടുകാരുടെ ഇടയിൽ ഒരു കളിയാക്കൽ ഒക്കെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശക്തിയില്ലാതെ ആയി പോകുന്നത് അവരുടെ ഉള്ളിലെ
പ്രാർത്ഥന നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ കാർന്നോന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മലയോരത്തും ഒക്കെ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തിയും കൃപയൊക്കെ കിട്ടിയത് വിശുദ്ധ കുർബാനയിൽ നിന്നും ജപമാലയിൽ നിന്നും ഒക്കെ. അപ്പോൾ ഈ മാനുവൽ ബുക്ക് ഇങ്ങനെയൊക്കെ പൂരിപ്പിക്കുമ്പോൾ 7 പേര് കൂടിയാണ് ഈ മാനുവൽ ബുക്ക് പൂരിപ്പിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനിന്ന് 100 സുഹൃത ജപം ചൊല്ലി, അല്ലെങ്കിൽ എനിക്ക് 5 ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റി, എനിക്ക് 10 ജപമാല ചൊല്ലാൻ പറ്റി. ഇങ്ങനെ ഓരോ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒന്നിച്ച് എഴുതുമ്പോൾ ആ കൂട്ടുകാരന് എഴുതിയല്ലോ, എനിക്ക് ചൊല്ലാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അവന് ചൊല്ലാൻ പറ്റിയല്ലോ, അങ്ങനെ തോന്നുമ്പോൾ കൂടുതൽ കുട്ടികൾക്കൊരു ഉത്സാഹമാണ്. അപ്പോൾ അടുത്ത ആഴ്ച കൂടുതൽ കുട്ടികൾ ജപമാല ചൊല്ലാനായിട്ട്, സുഹൃത ജപങ്ങൾ ചെയ്യാനായിട്ട്, നല്ല പുണ്യപ്രവർത്തികൾ ചെയ്യാനൊക്കെയുള്ള ഒരു പ്രോത്സാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കും. അപ്പോൾ അത് ആ രീതിയിൽ മാനുവൽ ബുക്കിനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട്, അതുപോലെ തന്നെ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അല്ലെങ്കിൽ രൂപത തലത്തിൽ മാത്രമായാൽ പോരാ, അത് മേഖലയിലേക്കും മേഖലയിൽ നിന്ന് ശാഖകളിലേക്കും കുട്ടികളുടെ ഈ സംഘടന വളരണം. പല ഇടവകളിലും മിഷൻ ലീഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശനിയാഴ്ചത്തെ അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ ഒരു പ്രാർത്ഥന മാത്രമായിട്ട് അങ്ങ് മാറിപ്പോകുന്ന അവസ്ഥ പല ഇടവകളിലും നമുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ ഒന്നിച്ചുകൂടി ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് ക്യാമ്പുകൾ നടത്താം. അപ്പോൾ ആ രീതിയിൽ കഴിഞ്ഞ അവധിക്കാലത്ത് ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ കൂട്ടി ഒരു 60-70ഓളം കുട്ടികളെ ഒന്നിപ്പിച്ച് അവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരു 7-8 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം അടുപ്പിച്ച്, അത് കഴിഞ്ഞ് പിന്നത്തെ ആഴ്ച ഒരു 2 ദിവസം, അങ്ങനെ പല ക്ലാസ്സുകൾ അവർക്ക് കൊടുത്തു. ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ മിഷൻ ലീഗിനെ കുറിച്ച് 1 മണിക്കൂർ ക്ലാസ് എടുക്കുന്നു, പിന്നെ പ്രാർത്ഥനയെക്കുറിച്ച് എടുക്കണം, വിശ്വാസ ജീവിതത്തെക്കുറിച്ച് എടുക്കണം, എങ്ങനെ മാതാപിതാക്കന്മാരെ അനുസരിക്കണം, ഇങ്ങനെ പല വിഷയങ്ങൾ ആ കുട്ടികളെ കൊണ്ട്, എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ക്ലാസ് എടുപ്പിച്ചു. അവരെ കൊണ്ട് തന്നെ ആക്ടിവിറ്റീസുകൾ, കളികൾ, നിങ്ങളൊരു ഒരു ശാഖയിൽ ചെന്ന് കഴിഞ്ഞ് എന്ത് ചെയ്യും, അങ്ങനെ 8 മേഖലകളാണ് നമുക്ക് കോതമംഗലം രൂപതയിലുള്ളത്. അപ്പോൾ ഓരോ മേഖലയ്ക്കും ഓരോ ടീമിനെ രൂപീകരിച്ചു. ഒരു 7-8 പേരടങ്ങുന്ന ടീം, അവരെ ഓരോ ശാഖകളിലേക്ക്. അപ്പോൾ ഓരോ മേഖലയ്ക്ക് ഒരു 20 പള്ളി അല്ലെങ്കിൽ ഒരു 15 പള്ളികളാണ് ഓരോ ശാഖയ്ക്കും ഉള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 80ഓളം ശാഖകളിൽ ഇപ്പം തന്നെ ഈ മിഷൻ ലീഗിൻ്റെ ക്യാമ്പുകൾ പോയി. 1 ദിവസത്തെ ഉണ്ട്, 2 ദിവസത്തെ ഉണ്ട്. അത് വികാരിയച്ചന്മാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് പറയുന്നതനുസരിച്ച് ചിലയിടത്ത് 2 ദിവസത്തെ ക്യാമ്പ് നടത്തി, ചിലയിടത്ത് 1 ദിവസത്തെ ക്യാമ്പ് നടത്തി. അത് മിഷൻ ലീഗിന് ഭയങ്കര ഒരു വലിയ ഉണർവ് കൊണ്ടുവന്നു. നമ്മൾ സപ്തതി ആഘോഷം, റൈജു ഉണ്ടായിരുന്ന സപ്തതി ആഘോഷം തൊടുപുഴ നടത്തിയപ്പോൾ അത്രയും കുഞ്ഞുങ്ങൾ അന്ന് അവിടെ വന്നെങ്കിൽ ഈ ശാഖാ ക്യാമ്പിൻ്റെ വലിയ ശക്തിയാണ്. കാരണം ഈ സംഘടന കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു, ഓരോ ശാഖയിലേക്കും ഇറങ്ങിച്ചെന്നു. കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും, അവർക്ക് മേഖലക്കാർക്ക് ശാഖക്കാരെ അറിയാം, അവിടുത്തെ പ്രസിഡൻറ്റിനെയും ഭാരവാഹികളെ അറിയാം. അപ്പോൾ കുട്ടികൾ തമ്മിലുള്ള ഒരു വലിയൊരു ബന്ധം ഈ ശാഖാ ക്യാമ്പ്, ഇല്ലിയും 2017 എന്നായിരുന്നു അതിന് പ്രോഗ്രാമിന് പേര് കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു പേരിലൂടെ ഈ ക്യാമ്പുകൾ ഇടവകയിലെ ഓരോ ശാഖകളിലേക്കും ചെന്നപ്പോൾ കുട്ടികൾ തമ്മിൽ നല്ലൊരു ബന്ധമായി. അതുപോലെ മേഖല മാനേജിങ് കമ്മിറ്റി എന്ന് പറയും, മേഖലയിലെ 8 മേഖലയിലും 8 മേഖലാ ഭാരവാഹികളൊരു 8 പേര് 10 പേര് അടങ്ങുന്ന ഒരു ടീമുണ്ട്. അവരെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ വിളിക്കുകയും അവരുടെ ഒരു ആക്ടിവിറ്റീസ് അവർ ഒന്നിപ്പിച്ച്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശി, എൻ്റെ മേഖലയിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇന്നതുപോലെയൊക്കെ ചെയ്തു, അവരടുത്ത മേഖലക്കാരെ വിളിച്ചു പറയും. അപ്പോൾ അങ്ങനെ കുട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ ഈ മേഖലാ ഭാരവാഹികൾ തമ്മിൽ ഒരു ബന്ധമായി, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഞങ്ങൾ ഇന്ന പ്രോഗ്രാം നടത്തി, ഇന്നത് ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു ആവേശമായി. ഇത് ആവശ്യമാണ് കുട്ടികളിലേക്ക് ശാഖാ ക്യാമ്പുകൾ. ഞങ്ങൾ ശാഖയിലെ ഞങ്ങളുടെ മേഖലയിലെ മുഴുവൻ ശാഖകളിലും ക്യാമ്പ് നടത്തി. ഇങ്ങനെയൊക്കെ കുട്ടികൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം വന്നു. അതുപോലെ തന്നെ മേഖലക്കാർ രൂപതയിലേക്കും രൂപതാ ഭാരവാഹികളുമായിട്ട്, അപ്പോൾ ഒരു സജീവമായിട്ട് സംഘടനയെ മാറ്റാനായിട്ട് ഇല്ലിയും 2017 ശാഖാ ക്യാമ്പിന് നടന്നു. അത് തന്നെയാണ് സപ്തതിയിൽ 15,000ഓളം കുട്ടികൾ അവിടെ വന്നെങ്കിൽ ഈ ശാഖാ ക്യാമ്പുകൾ നടത്താനായിട്ട് പറ്റിയത്. എനിക്ക് തോന്നുന്നു മിഷൻ ലീഗ്, പ്രത്യേകിച്ച് നമ്മുടെ രൂപത മിഷൻ ലീഗ് സജീവമായിട്ടുള്ള രൂപതകളിലൊന്നും കൂടിയാണ് ഈ കോതമംഗലം രൂപത. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മിഷൻ ലീഗിൻ്റെ ഒത്തിരി അച്ഛന്മാരും സിസ്റ്റേഴ്സും ഷെയർ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ഒരു ദൈവവിളിക്ക് സഹായിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മിഷൻ ലീഗിലെ പ്രവർത്തനങ്ങളാണെന്ന്. അതുപോലെ ധാരാളം ചെറുപ്പക്കാർ, അൽമായരായിട്ടുള്ള ആളുകൾ, അവരുടെ ഒരു പേഴ്സണാലിറ്റി വ്യത്യാസം വന്നത്, അവർക്ക് കുറച്ചുകൂടെ ആളുകളോട് ഇടപഴകാൻ പഠിച്ചത്, സംസാരിക്കാൻ പഠിച്ചത്, അവരുടെ കരിയറിനൊക്കെ സഹായിച്ചിട്ടുള്ളത് മിഷൻ ലീഗിൻ്റെ ക്യാമ്പുകളും അത്തരം കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നും അത്തരത്തിൽ മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ദൈവവിളിക്കും ഒക്കെ സഹായിക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഒത്തിരി കുട്ടികൾ ദൈവവിളി സ്വീകരിക്കുന്ന മിഷൻ ലീഗിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം കൊടുക്കുന്ന കാര്യവും ദൈവവിളി തന്നെയാണ്. കാരണം നല്ല അച്ഛന്മാരും നല്ല സിസ്റ്റേഴ്സും, അല്ലെങ്കിൽ ദൈവവിളി എന്ന് പറയുമ്പോൾ കുടുംബജീവിതം അതിനകത്ത് തന്നെ വരും. അപ്പോൾ സന്തോഷത്തോടു കൂടെ നല്ല കുടുംബജീവിതം നയിക്കാനായിട്ട് കുട്ടികളെ ഒരുക്കുക. അപ്പോൾ എല്ലാ രീതിയിലുള്ള, ഇപ്പോൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ആകാനായിട്ട് കുട്ടികളെ ഒരുക്കുന്നു. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലേക്കും കുട്ടികളെ ഒരുക്കുക എന്നുള്ള ലക്ഷ്യവും മിഷൻ ലീഗ് സംഘടന
സംഘടനയൊക്കെ ഉണ്ട്. ആ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും ക്യാമ്പുകളും ക്ലാസ്സുകളും. ഒപ്പം പിള്ളേർക്കെല്ലാം ഓരോ അവസരം. ഇപ്പോൾ ശാഖയിൽ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ ആ ശാഖയിൽ 50 കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ അവസരങ്ങൾ കിട്ടുക. അവരെ 3-4 ഗ്രൂപ്പ് ആക്കുന്നു, ഓരോരുത്തരെ ഗ്രൂപ്പ് ലീഡേഴ്സ് ആക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു സ്വാഗതം പറയുന്നതായിരിക്കാം, ഒരു നന്ദി പറയാനുള്ള ഒരു അവസരം കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ ആ കൊച്ചിൻ്റെ ജീവിതത്തിൽ ആകെ കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ ആദ്യം അവന് കിട്ടുന്ന അവസരമായിരിക്കും 4 പിള്ളേരുടെ മുൻപിൽ നിന്ന് ഒന്ന് നേതാവായിട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തതായിരിക്കാം, ഒരു പ്രസംഗം പറയാനുള്ള അവസരം കിട്ടിയതായിരിക്കാം, ഒരു സ്വാഗതം പറഞ്ഞതോ ഒരു നന്ദി പറഞ്ഞതോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ പിന്നീട് മേഖലയിലേക്കും രൂപതയിലേക്കും ഒക്കെ വരാനായിട്ട്, അല്ലെങ്കിൽ 4 പേരുടെ മുൻപിൽ സന്തോഷത്തോടു കൂടെ നിൽക്കാൻ, പ്രസംഗിക്കാൻ ഒക്കെ ധൈര്യവും ശക്തിയും ഈ ശാഖാ ക്യാമ്പുകൾ കൊടുക്കുന്നുണ്ട്. ശാഖയിലേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക് അവസരം കിട്ടുകയും രൂപതയിലേക്കോ മേഖലയിലേക്കോ വരുമ്പോൾ എണ്ണം കുറഞ്ഞ് സിസ്റ്റേഴ്സ് സെലക്ട് ചെയ്യുന്ന 3-4 പേരായിട്ട് മാറും. അതേസമയം ഒരു ശാഖയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കൂടുതൽ കുട്ടികൾ വരാനായിട്ട്, അല്ലെങ്കിൽ അവരിലേക്ക് മിഷൻ ലീഗിൻ്റെ മിഷ്യൻ ചൈതന്യം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, വിശ്വാസത്തിൽ ജീവിക്കണം, ദേവാലയത്തിൽ വരണം, വിശുദ്ധ ബലി അർപ്പിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥന, ഇതൊക്കെയാണ് ഞങ്ങളുടെ ശക്തി എന്ന് തിരിച്ചറിയുന്ന അറിവുകൾ കൊടുക്കാനായിട്ട് ഈ ക്യാമ്പുകൾക്ക് സാധിക്കുന്നുണ്ട്. ഒപ്പം റൈജു പറഞ്ഞതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട്, അല്ലെങ്കിൽ നല്ല നേതൃത്വം കൊടുക്കുന്നവരായി തീരാനായിട്ട്, പ്രസംഗിക്കാൻ അവരുടെ പേടി, ഭയം കുട്ടികൾക്കൊക്കെ ഉണ്ട്. ഉൾവലിയ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാവരും എന്നെ കളിയാക്കുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു നന്ദി പറഞ്ഞതായിരിക്കാം, ഒരു സ്വാഗതം പറയുന്നതായിരിക്കാം, ആ കൊച്ചിന് സ്റ്റേജിലൊന്ന് കയറാനുള്ള അവസരം കിട്ടുമ്പോൾ അത് വലിയ മാറ്റം ആ കുട്ടികളിൽ വളർത്തും. അച്ഛൻ അതുപോലെ ചെറുസൂനം എന്ന് പറയുന്ന ഒരു മാസിക ഉണ്ടല്ലോ മിഷൻ ലീഗിന്, അതിൻ്റെ എഡിറ്ററും കൂടിയാണ് അച്ഛൻ. തീർച്ചയായും. അച്ഛാ, അത് എങ്ങനെ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിന് സഹായിക്കുന്നു, അതിനെ മാസികയെക്കുറിച്ചും കൂടെ ഒന്ന് പറയാമോ? കുട്ടികളുടെ മാസികയാണ് ചെറുസൂന മാസിക എന്ന് പറയുന്നത്. അതിനകത്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ആത്മീയ കാര്യങ്ങൾ, അതൊരു സെക്യുലർ മാസികയായിട്ടും കൂടിയാണ്. മറ്റു മതസ്ഥരുടെ ഇടയിലേക്കും ഏകദേശം ഒരു 10,000-ഓളം കോപ്പി ഇപ്പോൾ കോതമംഗലം രൂപതയിൽ ഓരോ മാസവും, എല്ലാ മാസവും ഉള്ളൊരു മാസികയാണ്. 10,000 കോപ്പിയോളം അടിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തെ കഥകൾ, കവിതകൾ, അപ്പോൾ കുട്ടികളുടെ രചനകളും അതിനകത്ത് ഇടാറുണ്ട്. അപ്പോൾ കുട്ടികളെ കൂടുതൽ സ്വാധീനിക്കാനായിട്ട്, അതുപോലെ അവർക്ക് വരയ്ക്കാനുള്ളത്, ചെറിയ ഗെയിമുകൾ, അങ്ങനെ എല്ലാം കൂടെ ക്രോഡീകരിച്ചാണ്. അതുപോലെ നല്ല മൂല്യങ്ങൾ നൽകുന്ന കഥകൾ, കുട്ടികളുടെ തന്നെ നല്ല കവിതകൾ കുട്ടികളെ കൊണ്ട് എഴുതി മേടിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് അവരുടെ കഥകളും കവിതകളും ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് വായിക്കുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനമാണ് കൂടുതൽ. അതുപോലെ ഈ ചെറുസൂന മാസികയുടെ ലെവലിൽ തന്നെ നമ്മൾ ഒരു സാഹിത്യ ക്യാമ്പ് നടത്താറുണ്ട്. ഒരു 3 ദിവസത്തെ ക്യാമ്പ് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഈ ചെറുസൂനും അതിനകത്തെ ആർട്ടിസ്റ്റായിട്ടുള്ള ആളുകളുണ്ട്, അവരെല്ലാവരും കൂടി ഈ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നതാണ്. അവരുടെ കഥ, കവിത, ഉപന്യാസം എഴുതാനുള്ള അങ്ങനെയുള്ള ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് 3 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കുട്ടികൾക്ക് അവധിക്കാലത്ത് നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട്. അച്ഛൻ, ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട അച്ഛൻ KCSL എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെയും കൂടി രൂപത ഡയറക്ടറാണ്. KCSLനെ കുറിച്ചൊന്ന് വളരെ ചെറുതാക്കി പെട്ടെന്നൊന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയും. കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ് എന്നാണ് KCSL സംഘടന. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. സ്കൂളിലെ 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള, അത് UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അങ്ങനെ സെക്ഷൻ തിരിച്ചാണ്. അവരിൽ വിശ്വാസത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കാത്തലിക് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഓരോ സ്കൂളിലും. അപ്പോൾ അവരെ കൂടുതൽ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ഒക്കെ വളർത്തുക, അല്ലെങ്കിൽ വളരാനായിട്ട് അവരെ സഹായിക്കുക എന്നതാണ് ലക്ഷ്യം. ആ രീതിയിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ സ്കൂളുകളിലും, നമ്മുടെ ഈ KCSL കുട്ടികളുള്ള എല്ലാ സ്കൂളുകളിലും നമ്മൾ വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്താറുണ്ട്. അതുപോലെ ആദ്യ വെള്ളിയാഴ്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ ബലി. അതുപോലെ അവർ ഓരോ വർഷവും നമ്മൾ ഓരോ കാര്യങ്ങൾ ലക്ഷ്യമായിട്ടെടുക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ എടുത്തിരുന്ന കാരുണ്യ വർഷമായിട്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ കാരുണ്യ വർഷം പ്രമാണിച്ച് പ്രഖ്യാപിച്ചിരുന്നത് കൊണ്ട് ആ രീതിയിൽ കാരുണ്യ വർഷമായിട്ട്, അപ്പോൾ സ്കൂളുകളിൽ കൂടെ കാരുണ്യ പ്രവർത്തികൾ കുട്ടികൾ തന്നെ പുസ്തകങ്ങൾ, പേനകൾ അങ്ങനെയൊക്കെ കളക്ട് ചെയ്യുന്നു. സ്കൂളിലെ തന്നെ വേറൊരു കുട്ടിക്ക് അതിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് രൂപതയിലേക്ക് കളക്ട് ചെയ്ത് ഇവിടുന്ന് ഏതെങ്കിലും വില്ലേജുകൾ, അങ്ങനെ ആരുമില്ലാത്ത അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നു. ഒപ്പം തന്നെ കുട്ടികളെ ജപമാല ചൊല്ലാൻ, ജപമാല റാലി, അതുപോലെ സ്കൂളിൽ കുറേ ആക്ടിവിറ്റീസുകൾ കുട്ടികൾ പല സ്കൂളുകളിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പല സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സും പ്രിൻസിപ്പൾസും ഒക്കെ പറയാറുണ്ട്, KCSL സംഘടന അവരുടെ സ്കൂളിന് ഒരു വലിയ ശക്തിയാണ്, അവരുടെ ഒരു പവർ ബാങ്കാണ്. കാരണം അവർ എല്ലാ ദിവസവും KCSL കുട്ടികൾ രാവിലെ വന്ന് ഒരു ജപമാല ചൊല്ലുന്നു. അത് ചിലപ്പോൾ ക്ലാസ് വൈസ് ആയിരിക്കും. ഇന്ന് 5ാം ക്ലാസ് ആണെങ്കിൽ അടുത്ത ദിവസം 6ാം ക്ലാസ്, 7ാം ക്ലാസ്. അപ്പോൾ കുട്ടികൾക്ക് വലിയൊരു പ്രാർത്ഥനയുടെ ശക്തിയാണ്. അവരെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ എങ്ങനെയാണ് വിശ്വാസ ജീവിതം നയിക്കേണ്ടത്, ആ ഒരു ലക്ഷ്യബോധം കുട്ടികൾക്ക് കൊടുക്കുക എന്നതാണ് KCSL സംഘടനയുടെ ലക്ഷ്യം. അച്ഛൻ, ഈ പ്രാർത്ഥനയെക്കുറിച്ചും കുട്ടികളുടെ ഒരു വിശ്വാസ ബോധ്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, അച്ഛൻ
അച്ഛന് കുട്ടികളുടെ ഇടയിൽ പ്രത്യേക ഒരു കാരിസം ഉണ്ട്. അത് തന്നെയാണ് അച്ഛനെ മിഷൻ ലീഗിലും KCSലും ഒക്കെ പിടിച്ചിരുത്തുന്ന ഒരു കാര്യം. ഒരു തിരുബാല സഖ്യവും കൂടി ഉണ്ട്, കുഞ്ഞു പിള്ളേരുടെ തിരുബാല സഖ്യം കൂടി അച്ഛൻ്റെ ഒരു ഇതുണ്ടല്ലോ അല്ലേ. അപ്പോൾ തിരുബാല സഖ്യം ഇത് മൂന്നിനകത്തും അച്ഛൻ്റെ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു മേഖലയാണ്, കുട്ടികളുടെ ഒരു മേഖലയാണ്. ഞാനിത് ചോദിക്കാൻ കാരണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ, കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ മുതിർന്ന പ്രായത്തിലേക്ക് എത്തുന്നതിന് മുൻപേ ദൈവ ഉന്മുഖരായി വളരുക, ദൈവത്തെ തിരിച്ചറിയുക, അല്ലെങ്കിൽ യേശുവിനെ മനസ്സിലാക്കി ജീവിക്കുക, ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ. ഇന്നത് എളുപ്പമല്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിലൂടെയൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നു. കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ക്രിസ്തുവിനെ കൊടുത്തു വളർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അച്ഛൻ എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് പല മാതാപിതാക്കന്മാരും ഒക്കെ കുട്ടികളുടെ വിശ്വാസം കുറയുന്നു, പ്രാർത്ഥനയില്ല, പഠിക്കുന്നില്ല. ഇതൊക്കെ കുറേ നമ്മുടെ മാതാപിതാക്കന്മാർ നവമാധ്യമങ്ങളുടെ സ്വാധീനം കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് വീട്ടിലെ ജപമാല ചെല്ലുന്നത് കുറഞ്ഞു. പണ്ടൊക്കെ അപ്പനും മക്കളും ഒക്കെ ഒരുമിച്ച് മുട്ടയിൽ കുത്തി ജപമാല ചൊല്ലുന്ന ദിവസങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ അപ്പനും മക്കളും കൂടെ ദേവാലയത്തിൽ പോവുകയും വിശുദ്ധ ബലി അർപ്പിക്കുന്ന ശീലവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അത് കുറഞ്ഞു തുടങ്ങി. വിശുദ്ധ കുർബാനയിലുള്ള ഭക്തി അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും പോകണം, വിശുദ്ധ ബലി അർപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള വാശി നമുക്കൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം കുറയുന്നത്. അവർക്ക് ഇതൊന്നും ഇല്ലേലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ദിവസം ജപമാല മുടക്കിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മുട്ടയെ കുത്തി ഒന്ന് നിന്ന് ജപമാല ചൊല്ലണമെന്നില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചൊല്ലി തീർത്താൽ മതി. അപ്പം ഞാൻ ഓരോ സ്കൂളുകളിൽ കൂടെ ചെല്ലുമ്പോഴും പള്ളിയിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ കുട്ടികളെ ഒന്നിച്ച് കിട്ടുമ്പോഴും ഒക്കെ ഞാൻ പറയും, 3 കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും മുടക്കരുത്. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ഒരു കാരണവശാലും മുടക്കരുത്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഞാൻ ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ അന്നത്തെ ജീവിതത്തിന് വേണ്ട ശക്തി എനിക്ക് കിട്ടുന്നത് വിശുദ്ധ ബലിയിൽ നിന്ന്. അത് ഞാൻ ഏറ്റവും ഭക്തിയോടുകൂടെ ചൊല്ലാനായിട്ട് ശ്രമിക്കാറുമുണ്ട്. നിർത്തി അതിലെ ഓരോ പ്രാർത്ഥനകളും എൻ്റെ ജീവിത യാചനകളായിട്ട്, എനിക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, എനിക്കുണ്ടാകുന്ന പ്രലോഭനങ്ങൾ, എൻ്റെ ജീവിതത്തിലെ അസ്വസ്ഥതകൾ ഒക്കെ ഇറക്കി വയ്ക്കുന്ന ഏറ്റവും നല്ല ഇടമായിട്ട് എനിക്ക് അനുഭവപ്പെടുക വിശുദ്ധ ബലി. അതുപോലെ തന്നെ ഞാൻ കുഞ്ഞുങ്ങളോടും പറയാൻ ശ്രമിക്കാറുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും വിശുദ്ധ കുർബാന മുടക്കാതിരിക്കുക. നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും, എല്ലാ സങ്കടങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ വിഷമങ്ങളും ഒക്കെ മാറ്റാനുള്ള ഏറ്റവും നല്ല വേദിയായിരിക്കും വിശുദ്ധ ബലി എന്ന്. അതുപോലെ തന്നെ ജപമാല, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, അമ്മയോട് ചേർന്ന് നടക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഒരു പ്രലോഭനങ്ങളും ഒരു അസ്വസ്ഥതകളും ഒരു സങ്കടങ്ങളും നമ്മളെ വീഴിക്കില്ല, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയിലേക്ക് നമ്മളെ നയിക്കില്ല എന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ സ്വന്തമായിട്ട് ഒരു 10 മിനിറ്റോ പറ്റുമെങ്കിൽ ഒരു ജപമാലയൊക്കെ സ്വന്തമായിട്ട് അപ്പന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, മാതാപിതാക്കന്മാർക്ക് വേണ്ടി, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന കൂട്ടുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചൊല്ലണം. ഈ 3 കാര്യങ്ങൾ ഞാൻ ഏത് സ്കൂളുകളിൽ ചെന്നാലും അല്ലെങ്കിൽ കുട്ടികളെ ഒന്നിച്ച് കിട്ടുമ്പോഴും ഒക്കെ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് നമുക്ക് ഭയങ്കര ശക്തിയായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ശക്തി ലഭിച്ച കാര്യങ്ങൾ ഈ 3 കാര്യങ്ങളും അത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറ്. അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ കൺക്ലൂഡ് ചെയ്തപ്പോൾ അച്ഛൻ്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്തു. എങ്കിലും ഞാൻ ചോദിക്കുന്നത്, നമ്മൾ മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ജപമാല ചെല്ലുമ്പോഴൊക്കെ ഏത് പ്രലോഭനത്തിലും നമുക്ക് വീഴാതിരിക്കാൻ പറ്റും എന്ന് പറയുന്ന ഇന്ന് ഒരു വൈദികനായി ജീവിക്കുക, ഒരു ദൈവം ആഗ്രഹിക്കുന്ന വൈദികനായി ജീവിക്കുക, വിശുദ്ധിയുള്ള വൈദികനായി ജീവിക്കുക എന്ന് പറയുന്ന വൈദികർക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ഒരു ജീവിതം, പ്രത്യേകിച്ച് വൈദികൻ എന്ന നിലയിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ഒരു വൈദികനെ നോക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഇന്നത്തെ സാഹചര്യങ്ങൾ അത്ര എളുപ്പമല്ല. അതുപോലെ അച്ഛൻ നമ്മളിപ്പോൾ ഇത്ര നേരം പറയാൻ ശ്രമിച്ചത് അച്ഛൻ്റെ ധാരാളം ഉത്തരവാദിത്തങ്ങൾ, മിഷൻ ലീഗ്, KCSL, ചെറുസൂന മാസിക, തിരുബാല സഖ്യം, ഈ എല്ലാ ഉത്തരവാദിത്തങ്ങളും പേറി ഓടി നടക്കുമ്പോൾ എങ്ങനെയാണ് അച്ഛാ ഈ പറയുന്ന ഈ ഒരു വിശുദ്ധിയുള്ള ജീവിതം ഉറപ്പാക്കാൻ, അല്ലെങ്കിൽ ഈ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ, അല്ലെങ്കിൽ തളർന്നു പോവാതിരിക്കാൻ എങ്ങനെ അച്ഛന് സാധിക്കുന്നു? എന്താണ് അതിൻ്റെ രഹസ്യം? ഒന്നുമല്ല, ഇപ്പം ഞാൻ ആ കുട്ടികളോട് പറയും എന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ 3 കാര്യങ്ങൾ. വിശുദ്ധ കുർബാന അത് ഞാൻ ഏറ്റവും ഭക്തിയോടുകൂടെ ചൊല്ലാനായിട്ട് എനിക്കെന്നും ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിന് ഇവിടെയൊക്കെ ഞാൻ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, എന്നെ കരം പിടിച്ച് ദൈവം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പുറകിൽ വിശുദ്ധ കുർബാനയുടെ ശക്തി തന്നെയാണ്. അത് ഏറ്റവും ഭക്തിയോടുകൂടെ ഓരോ ദിവസവും അർപ്പിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഞാനായിരിക്കുന്ന മേഖലകൾ, ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവരെയെല്ലാം സമർപ്പിച്ച് ഏറ്റവും ഭക്തിയോടുകൂടെ വിശുദ്ധ ബലി അർപ്പിക്കാൻ
ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ജപമാലയാണെങ്കിലും സ്വന്തമായിട്ടുള്ള പേഴ്സണൽ പ്രയറുകളാണെങ്കിലും പറ്റുന്നിടത്തോളം മുടക്കാതിരിക്കാൻ, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളും യാത്രകളും ഒക്കെ വന്നാൽ പറ്റുന്നിടത്തോളം അത് മുടക്കാതിരിക്കാൻ. അതുപോലെ പരിശുദ്ധി അമ്മയോട് ചെറുപ്പം മുതലേ ഞാനൊരു പ്രത്യേക സ്നേഹം അല്ലെങ്കിൽ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ ഞാൻ എന്നും തേടിയിരുന്നു. എന്നും പ്രാർത്ഥിക്കാനായിട്ട്, ജപമാല ചൊല്ലുന്നതൊക്കെ മുടക്കാതിരിക്കാനായിട്ട്, അത് ഏറ്റവും ഭക്തിയോടുകൂടെ അമ്മയോട്. ഇനി ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥത വരുമ്പോൾ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ തോന്നുമ്പോൾ ഒരു എത്രയും ദയുള്ള മാതാവെ ചെല്ലാനായിട്ട്, എൻ്റെ അമ്മ എന്നെ ഒന്ന് കൂടെ നിർത്തണേ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്ന മനസ്സ് കാണിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെനിക്ക് എന്നും വലിയ ശക്തിയായിട്ട്, പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം എനിക്ക് എന്നും വലിയ ശക്തിയും തുണയായിട്ട് കൂടെ നിന്നിട്ടുണ്ട്. നാളെ ഒരു പക്ഷേ രൂപതയിൽ നിന്ന് പുതിയ അപ്പോയിൻമെൻറ്റ് വരുമായിരിക്കും. മിഷൻ ലീഗിൽ നിന്ന് മാറ്റും, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റും. വീണ്ടും ചിലപ്പോൾ മറ്റേതെങ്കിലും ഉൾനാടൻ പ്രദേശത്തൊരു ഇടവകയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മിഷൻ സ്ഥലത്തേക്കോ കുറച്ചുകൂടെ കഠിനമായ ഏതെങ്കിലും സ്ഥലത്തേക്കോ നമുക്കൊരു ഇഷ്ടമില്ലാത്ത മറ്റേതെങ്കിലും ഉത്തരവാദിത്തങ്ങളിലേക്കൊക്കെ മാറ്റപ്പെട്ടേക്കാം. അന്നും കല്ലറക്കലച്ചൻ ഈ പറയുന്ന സന്തോഷവും ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാകും. ഞാനൊന്നും പ്രതീക്ഷിച്ചല്ല. എനിക്കൊരു ഒരു ഇടവക ഉണ്ടാവുക. ആ ഇടവകയിലെ ആളുകൾ, എത്ര വലിയ ഇടവകയാണേലും എത്ര ചെറിയ ഇടവകയാണേലും ആളുകളെ സ്നേഹിക്കുക, ആളുകളോട് കൂടെ ആയിരിക്കുക, അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുക. പ്രായമായവരും രോഗികളായിട്ടുള്ളവരോടുമൊക്കെ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ബലി അർപ്പിക്കുന്നത് എന്നൊന്ന് കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും ഞാൻ വൈദികനായിരിക്കുന്നത് എൻ്റെ ലക്ഷ്യവും അതാണെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ എവിടെയായിരുന്നാലും ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ഇവിടെ ആയിരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടം ഒരു ഇടവകയിലായിരിക്കാൻ, ആ ഇടവക ജനത്തോടു കൂടിയായിരിക്കാൻ. ഇത് ഞങ്ങളുടെ അച്ഛനാന്ന് പറയുന്നത് കേൾക്കാൻ, അതൊക്കെയാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുകയും അതിനൊക്കെയാണ് എൻ്റെ ഇതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് കേരളത്തിൻ്റെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലെല്ലാം വൈദികരെ ജാതി മതഭേദമന്യേ എല്ലാവരും വലിയ ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. ഇന്നും തീർച്ചയായിട്ടും കാണുന്നുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ പല കാര്യങ്ങൾക്കും അച്ഛൻ പറഞ്ഞ അഭിപ്രായമാണ് പൊതു അഭിപ്രായം എന്ന് സ്വീകരിക്കാൻ ആളുകൾക്ക് മടിയുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നും ചിലത് അങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ആ വൈദികൻ്റെ ജീവിതശൈലി അവരെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ്. വൈദികൻ്റെ ഇടപെടലുകൾ, പെരുമാറ്റം, വ്യക്തിത്വം അതുപോലെ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അതുപോലെ കണ്ടിരുന്നു. ഞാൻ വിചാരിക്കുന്നു ഇന്ന് അത്തരത്തിലുള്ളൊരു നിലവാരമുള്ള, ഗുണമുള്ള, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാമ്പുള്ള ഒരു ജീവിതം അച്ഛന് ദൈവാനുഗ്രഹം കൊണ്ടുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപക്ഷെ പൊതുജനങ്ങളിലേക്ക് പോലും ഇറങ്ങി സഭയുടെ ഒരു മുഖമായി നിൽക്കാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട് അച്ഛൻ്റെ ജീവിതത്തിൽ. അല്ലെങ്കിൽ എല്ലാ വൈദികരും അങ്ങനെയാണ് ആവേണ്ടത്. പക്ഷെ അച്ഛനെ ഞാൻ വളരെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒരു സാധനം കാണുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ സംഘടനാ പ്രവർത്തനവും നമുക്ക് ഇത്രയും ഇതിപ്പം ഇമേജും അല്ലെങ്കിൽ രൂപതയും മുഴുവൻ അറിയപ്പെടുന്ന ഒരു അച്ഛൻ ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ലോ അല്ലേ അച്ഛൻ? ഇല്ല, ഒരു കാരണവശാലും. എനിക്ക് തോന്നുന്നു നമ്മുടെ രൂപതയിൽ ഒത്തിരി അച്ഛന്മാരുണ്ട് അതുപോലെ ആളുകളിലേക്ക് ഇറങ്ങി. എൻ്റെ മനസ്സിൽ ഒത്തിരി അച്ഛന്മാരുടെ മുഖങ്ങൾ വരുന്നുണ്ട്, ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്ന. അത് കത്തോലിക്കർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ മതസ്ഥർക്കും വേണ്ടി, ഏതു മതസ്ഥിലുള്ളവരാണെങ്കിലും അവരെയൊക്കെ സ്നേഹിച്ച് കൂടെ കൂട്ടി. എൻ്റെ ഇടവകയിലാണെങ്കിൽ എല്ലാ മതങ്ങളും ഉള്ളൊരു ഇടവകയാണ്. പക്ഷെ അവിടെയൊക്കെ എൻ്റെ പഴയ വികാരിമാർ ഒക്കെ അവരോട് കൂടെ ആയിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരിൽ എല്ലാവരിലെയും സ്നേഹിക്കാനായിട്ട്, അവരുടെ എല്ലാവരുടെയും കൂടെ ആണ് എന്ന ഒരു പ്രവർത്തനം നടത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെ. അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട്, എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട്, ഏത് മതസ്ഥരാണേലും അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരിലെ നന്മ, അവർക്ക് എല്ലാവരിലും എല്ലാത്തിലും നന്മയുണ്ട്, അവരിലെ നന്മ കണ്ടുകൊണ്ട് അവരെയൊക്കെ സ്നേഹിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇന്ന് കുടുംബങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം അച്ഛൻ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് പരാമർശിക്കപ്പെട്ടിരുന്നുവെങ്കിലും അച്ഛന് കുഞ്ഞുങ്ങളോട് ഇടപഴകുമ്പോൾ അച്ഛൻ്റെ ആദ്യ ശ്രദ്ധയും ആദ്യ ചിന്തയും ഒക്കെ പോകുന്നത് കുടുംബത്തിലേക്കായിരിക്കാം. കാരണം കുടുംബങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. ഇന്നത്തെ ഒരു കുടുംബ പശ്ചാത്തലങ്ങളിൽ അച്ഛൻ്റെ ഈ കുട്ടികളുമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് മാതാപിതാക്കളോട് എന്താ പറയാനുള്ളത്? മാതാപിതാക്കളോട് പറയാനുള്ളത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റണം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ, ആദ്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, വഴി തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, വിശ്വാസവും വിശുദ്ധിയൊക്കെ കുറഞ്ഞവരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ കുറവ് തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ, ഒന്നിച്ചുള്ള പ്രാർത്ഥനയുടെ കുറവ്, അല്ലെങ്കിൽ ഒന്നിച്ച് സ്നേഹം പങ്കുവയ്ക്കുന്ന ദിവസങ്ങൾ, ഇപ്പോൾ മാധ്യമങ്ങളുടെ സ്വാധീനങ്ങളും ഒക്കെ കൊണ്ട് അപ്പനും മക്കളും ഒക്കെ ഒന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒരുമിച്ച് സന്തോഷം പങ്കുവയ്ക്കാനോ ഒക്കെ സാധിക്കാതെ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് പോവുകയാണ്.
അത് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വഴിതെറ്റിപ്പോകാനോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെടാനോ ഒക്കെ ആയിട്ട് കാരണമായിട്ട് മാറുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഒന്നുകൂടി ആ പഴയ വിശ്വാസ ചൈതന്യത്തിലേക്ക് അപ്പനും മക്കളും ഒക്കെ ഒരുമിച്ച് മുട്ടിൽമേൽ നിന്ന് ജപമാല ചെല്ലുന്ന, ഒന്നിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒന്നിച്ച് സ്നേഹം പങ്കുവയ്ക്കുന്ന, സന്തോഷം പങ്കുവയ്ക്കുന്ന കുടുംബ അന്തരീക്ഷങ്ങൾ ഉണ്ടാകണം. നമുക്ക് ഓരോ ഇടവകയിലും ചെല്ലുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഇടവകയിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ ഈ ഒരു അന്തരീക്ഷം, അപ്പനും മക്കളും ഒക്കെ ഒരുമിച്ച് ബലി അർപ്പിക്കാൻ വരുന്നു, ഒന്നിച്ച് ജപമാല ചൊല്ലുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, സന്തോഷം പങ്കുവയ്ക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങൾ സന്തോഷത്തോടെ പോകുന്നത് കാണാം. നമുക്ക് തന്നെ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാവുന്ന ഒത്തിരിയേറെ ഇടവകകൾ, ഇപ്പം ഞാൻ വാഴക്കുളത്തായിരുന്നു, ഇപ്പോൾ പല വീടുകൾ അങ്ങനെയുണ്ട് മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന. ആ മക്കളും നല്ല കാമ്പുള്ള മക്കളായിരിക്കും. ദേവാലയത്തിൽ വരാനായിട്ട്, വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട്, സന്തോഷത്തോടുകൂടെ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ പേടിയും ഭയവും ഒന്നുമില്ലാതെ മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കാൻ തൻ്റെ ഇടവും ശക്തിയും ഒക്കെ ആ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാതാപിതാക്കന്മാർ ആ ഒരു ജീവിത ശൈലി വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട്, എവിടെയാണോ കുറവുകളുള്ളത്, ബലഹീനതകളുണ്ടാകുന്നത്, അല്ലെങ്കിൽ അകൽച്ചകളുണ്ടാകുന്നത്, അതൊക്കെ മാറ്റി വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് വലിയ ശക്തിയായിരിക്കും, വലിയ മാതൃകയായിരിക്കും. അച്ഛൻ്റെ പേര് ജോസഫ് എന്നാണ്. ഔസേപ്പ് പിതാവിനെക്കുറിച്ചും ഔസേപ്പ് പിതാവ് ജീവിതത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛൻ? തീർച്ചയായിട്ടും ഔസേപ്പ് പിതാവ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധി അമ്മയോട് ചേർന്ന് എന്നതുപോലെ തന്നെ ഔസേപ്പ് പിതാവിൻ്റെ വലിയൊരു സംരക്ഷണവും ശക്തിയും, ഔസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്ന് പറയും. ആ ഒരു രീതിയിലായിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. നീതിമാനായിരിക്കുക, കഠിനാധ്വാനിയായിരിക്കുക, ഏത് ജോലിയാണെങ്കിലും സന്തോഷത്തോടുകൂടെ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ഔസേപ്പ് പിതാവ്. സന്തോഷത്തോടുകൂടെ തൻ്റെ ഉത്തരവാദിത്വത്തെ എല്ലാം സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഏതൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ അയോഗ്യതകളോ ഒക്കെ തോന്നുമ്പോഴും എനിക്ക് തോന്നുക എന്നെ ശക്തിപ്പെടുത്താനായിട്ട് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം, അതുപോലെ ഔസേപ്പ് പിതാവിൻ്റെ നാമം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീതിമാനായിട്ട് തൻ്റെ ഇടത്തോടുകൂടെ സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശോയുടെ സാന്നിധ്യത്താൽ അതെല്ലാം ശക്തിയായിട്ട് കൃപയായിട്ട് മാറും എന്ന് വിശ്വസിക്കുന്നു. അച്ഛൻ ഏറെ സന്തോഷം. കാരണം അച്ഛൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളിലും വളരെ വ്യക്തതയുണ്ട്, വളരെ ആഴമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇനിയും മുൻപോട്ട് ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. കാരണം എവിടെയായിരുന്നാലും ആ ആളുകളുടെ കൂടെ ആയിരിക്കാനുള്ള അച്ഛൻ്റെ ആ ഒരു ബോധ്യം അത് അച്ഛനെ നയിക്കട്ടെ. വിളിച്ചവൻ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നുള്ള ചിന്ത അച്ഛനെ മുൻപോട്ട് നയിക്കട്ടെ. അവസാനമായിട്ട് എൻ്റെ ഒരു ഒറ്റ ചോദ്യം ഇതാണ്. അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴേക്കും എങ്ങനെ ജീവിതം തീരണമെന്നാണ് അച്ഛൻ്റെ ചിന്ത? ചോദ്യം വളരെ സ്പോണ്ടേനിയസ് ആണ് എങ്കിലും. എത്ര നാൾ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. ആയിരിക്കുന്ന കാലം ദൈവജനത്തിന് വേണ്ടി, എനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി, അതിപ്പോൾ സംഘടനയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇടവകയിലാണെങ്കിൽ ആ ജനത്തോട് കൂടെ ആയിരിക്കാനായിട്ട്, ആ ജനത്തിന് ആരോഗ്യമുള്ളിടത്തോളം കാലം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് അവർക്കൊരു പിന്തുണയായിട്ട് ശക്തിയായിട്ട് ദൈവത്തിങ്കിലേക്ക് നയിക്കാനായിട്ട് പറ്റുക എന്നതാണ്. അച്ഛാ, ദൈവത്തിങ്കിലേക്ക് നയിക്കാൻ പറ്റാത്തിടത്തോളം നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല. അച്ഛൻ ആ വലിയ തിരിച്ചറിവുണ്ട്. എന്നും എവിടെയായിരുന്നാലും കൂടെയുള്ളവരെ, ദൈവം ഏൽപ്പിക്കുന്നവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കാൻ ഇടയാകട്ടെ. ഷാലോം ടി വിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലെ അച്ഛൻ്റെ ഈ 2 എപ്പിസോഡിനും നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെ